മഴ പെയ്യുന്ന സമയത്ത് കുട ചൂടാതെ വെയിലുള്ള സമയത്ത് കുട ചൂടുന്നവരുണ്ടോ? ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ. മഴ പെയ്യുന്ന സമയത്ത് കുട ചൂടല്ലേ, കാരണം പുതിയ കുട നനഞ്ഞു പോയില്ലേ. അതേപോലെയാണ് ഈ ബൺമസ്കിന്റെ കാര്യം. വൈറലാവുന്ന സമയത്ത് ഒന്നും വാങ്ങിക്കത്തുമില്ല, കഴിക്കത്തുമില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ല. ദാസാ പറയുന്ന കേട്ടിട്ടില്ലേ? അതേപോലെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള സമയം ഇപ്പോഴാണ് വന്നത്. കുറച്ച് മുന്നേ റീൽസിലും ഷോർട്സിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ബൺമസ്ക. ഇത് ഇറങ്ങിയ സമയത്ത് വാങ്ങണമെന്ന പൂതി ഉണ്ടായില്ല, പകരം ഉണ്ടാക്കി നോക്കണം നല്ല പൂതിയാണ്. സോ ലെറ്റ്സ് മേക്ക്. സോ ആദ്യം ഞാൻ ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീമിനായിട്ട് 100 ഗ്രാം ബട്ടറും ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. റെഫറൻസ് നോക്കിയപ്പോൾ സോഫ്റ്റ് ബണ്ണ് വേണമെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ കടകളിൽ കിട്ടാവുന്ന ഒരു സോഫ്റ്റ് ബണ്ണ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കാം. വിസ്കോ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബീറ്റർ ഞാൻ യൂസ് ചെയ്യും. ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചർ ആവണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്ത പരിപാടി തേക്കൽ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തേക്കലല്ല, ഇത് നമ്മൾ ക്രീം തേക്കലാണ്. ഒരു സോഫ്റ്റ് ബണ്ണ് എടുക്കുക, അതിന്റെ നടു ഒന്ന് കട്ട് ചെയ്യുക. വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് രണ്ടും ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. ബണ്ണിന്റെ ഉള്ളിലും സൈഡിലും ആയിട്ട് തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. ഇതിന്റെ കൂടെ ഇറാനി ചായ ആണ് കുടിക്കല്. ഞാൻ ഉണ്ടാക്കിയ ഇറാനി ചായ, പക്ഷെ അത് വേറെ ഏതൊരു ചായ. പക്ഷേ ഫസ്റ്റ് ഉണ്ടാക്കിയതായതുകൊണ്ട് ഇതെന്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. എനിക്കറിയാം എന്തെല്ലാം മിസ്റ്റേക്സ് ഉണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇറാനി ചായ ഒഴികെ ബാക്കി ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, ബൈ.